നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നെല്ല് സംഭരണം. സംഭരിച്ച നെല്ലിന്റെ തുക നൽകി തുടങ്ങി. വർദ്ധിപ്പിച്ച തുകയായ 30 രൂപ നിരക്കിലാണ് തുക നൽകുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 33,109 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയരുന്നു. ചൊവ്വാഴ്ച 1,800 രൂപ വർദ്ധിച്ച് 92,600 രൂപയായി. ഗ്രാമിന് 225 രൂപയാണ് വർദ്ധിച്ചത്. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് രമേശ് ചെന്നിത്തല MLA. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 24 വാർഡുകളിൽ 22 UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. നെല്ല് സംഭരിച്ചതിന്റെ തുക നൽകി തുടങ്ങി. വർദ്ധിപ്പിച്ച തുകയായ 30 രൂപ നിരക്കിലാണ് തുക നൽകുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ 33,109 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ സംഭരിച്ച നെല്ലിന്റെ വിലയാണ് നൽകി തുടങ്ങിയത്. വർദ്ധിപ്പിച്ച നിരക്കായ 30 രൂപ നിരക്കിലാണ് നെല്ലിന്റെ വില നൽകിയത്. നിലവിൽ സർക്കാർ നിശ്ചയിച്ച പ്രകാരം നെല്ല് സംഭരിക്കുന്ന മില്ലുകൾക്ക് പുറമെ കൂടുതലായി കൊയ്തു വച്ചിരിക്കുന്ന നെല്ല് FCIയും സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനും സംയുക്തമായി സംഭരിച്ചു തുടങ്ങി. നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾ ഊർജിതമായതോടെ കർഷകരും ആഹ്ലാദത്തിലാണ്. തുടർന്നും സംഭരിക്കുന്ന നെല്ലിന്റെ വില 30 രൂപ നിരക്കിൽ തന്നെ നൽകുമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 33,109 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. 7 ജില്ലകളിലാണ് നെല്ല് സംഭരണം പുരോഗമിക്കുന്നത്. നെല്ല് സംഭരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ കർഷകർക്ക് തുക ലഭ്യമാക്കുന്ന നടപടികളാണ് സർക്കാർ പൂർത്തീകരിച്ചത്. ഇതേസമയം ആലപ്പുഴ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ രണ്ടാം വിള പുഞ്ചകൃഷിയുടെ നെല്ലെടുപ്പും ഊർജിതമായി. കാലടിയിലെ 1ഉം കോട്ടയത്തെ 2 മില്ലുകളാണ് നിലവിൽ നെല്ല് സംഭരിക്കുന്നത്. കൈനകരി പുറക്കാട് ഭാഗങ്ങളിലെ കൂടുതൽ പാടശേഖരങ്ങളിൽ നിന്ന് മില്ലുകൾ നെല്ലെടുത്തു. വരും ദിനങ്ങളിൽ സംഭരണം കൂടുതൽ ഊർജിതമാക്കുമെന്ന് പാടി മാർക്കറ്റിംഗ് ഓഫീസർ അറിയിച്ചു. നെല്ല് സംഭരണത്തിൽ മില്ലുകൾ ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് തീരുമാനമുണ്ടാക്കാമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉറപ്പു നൽകിയിട്ടും അംഗീകരിക്കാതെ മാറി നിൽക്കുകയായിരുന്നു മില്ലുടമ സംഘം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. അടിയന്തരമായി നെല്ല് സംഭരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കേരള കർഷക സംഘം ഉൾപ്പെടെ അറിയിച്ചിരുന്നു. പ്രതിഷേധം ശക്തമായപ്പോഴാണ് നെല്ലെടുക്കാൻ തീരുമാനമായത്. ന്യൂസ് ഡെസ്ക്. കുലശേഖരപുരം അമ്പീരത്തി ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചികൾ മോഷ്ടിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. ഓച്ചിറ ക്ലാപ്പന വരവള സ്വദേശി വിപിനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കേസിൽ 3 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. കുലശേഖരപുരം അമ്പീലത്ത് ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ 2-ന് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികൾ മോഷണം നടത്തുന്ന പ്രതിയാണ് പിടിയിലായത്. ക്ലാപ്പന വരവിള കോമാളത്ത് വീട്ടിൽ 19-കാരൻ വിപിനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 2-ന് പുലർച്ചെ കുലശേഖരപുരം അമ്പീലത്ത് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികളും പിത്തള വിളക്കുകളും മോഷണം പോയിരുന്നു. മോഷണത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രതികളായ ബ്ലേഡ് അയ്യപ്പൻ, മണികണ്ഠൻ, ശ്യാം എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. ബ്ലേഡ് അയ്യപ്പൻ നിരവധി വഞ്ചിമോഷണ കേസിലെ പ്രതിയാണ്. പിടിയിലായ വിപിന്റെ പേരിൽ മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെടെ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. കരുനാഗപ്പള്ളി ACP പ്രദീപ് കുമാർ VSന്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO അനൂപിന്റെ നേതൃത്വത്തിൽ SIമാരായ ഷമീർ, ആഷിഖ്, പ്രമോദ്, CPOമാരായ ഹാഷിം, മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുലശേഖരപുരം അമ്പീരത്തി ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചികൾ മോഷ്ടിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. ഓച്ചിറ ക്ലാപ്പന വരവള സ്വദേശി വിപിനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കേസിൽ 3 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. കുലശേഖരപുരം അമ്പീലത്ത് ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ 2-ന് മോഷണം നടന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയരുന്നു. കഴിഞ്ഞ ദിവസം 90,000-ന് മുകളിലെത്തിയ സ്വർണ്ണവില ഇന്ന് ഒറ്റയടിക്ക് 1,800 രൂപ വർദ്ധിച്ച് 92,000 കടന്നു. 92,600 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 225 രൂപയാണ് വർദ്ധിച്ചത്. 11,575 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. നവംബറിന്റെ തുടക്കത്തിൽ 90,200 രൂപയായിരുന്നു സ്വർണ്ണവില. 5-ന് 89,080 രൂപയായി താഴ്ന്നു. പിന്നീട് 89,000-നും 90,000-നും ഇടയിൽ ചാഞ്ചാടി നിൽക്കുകയായിരുന്നു സ്വർണ്ണവില. ഒക്ടോബർ 17-ന് രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് സർവകാല റെക്കോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ.
ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കിയത് മന്നത്ത് പത്മനാഭനാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. NSS കരുനാഗപ്പള്ളി യൂണിയൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ആശയം സ്വീകരിച്ച് നടപ്പാക്കാൻ മന്നത്ത് പത്മനാഭൻ അവസരം ഒരുക്കിയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കരുനാഗപ്പള്ളി NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജാതിമത വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ അവസരമൊരുക്കിയത് മന്നത്ത് പത്മനാഭനായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആശയം സ്വീകരിച്ച് നടപ്പാക്കാൻ മന്നത്ത് പത്മനാഭൻ അവസരമൊരുക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ NSSന് കഴിയുന്നു. പ്രൈമറി സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ മെച്ചപ്പെട്ട നിലയിൽ നടത്തിക്കൊണ്ടു പോകുന്നത് NSS ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭഗവാന്റെ മുതൽ മോട്ടിക്കുന്ന ആരുടെയും മുതൽ മോട്ടിക്കായിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് ഭഗവാന്റെ മുതലിൽ തൊടാതിരിക്കുക എന്നുള്ളത് വളരെ ഏത് അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും കരയോഗത്തിന്റെ അമ്പലത്തിന്റെ സെക്രട്ടറി ആയാലും ഞാനൊരു കാര്യം പറയാം, അത് ചെയ്യരുത്. കാരണം കാല് ഇങ്ങനെ നിരക്കി വേദന സഹിക്കാൻ വയ്യാതെ പായി കിടക്കാനൊക്കത്തില്ല, തുണി കിടക്കാനൊക്കത്തില്ല. അച്ഛൻ പറയാ അയാൾ മോട്ടിച്ചതിന്റെ പറയാൻ എന്താ, വാഴയിലേക്ക് കിടന്ന ചത്തെന്ന് പറയും. വാഴയിലേക്ക് കിടന്ന് മരിക്കാൻ പറയരുത്. അതുകൊണ്ട് നമ്മൾ സത്യസന്ധരായി ജീവിക്കണം. ഭഗവാന്റെ മുതൽ കത്തുന്നതിന് എന്നും നമ്മളെതിരാണ്, അതൊന്നും അംഗീകരിക്കത്തില്ല. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒരാളെയും രക്ഷിക്കാൻ ആരും ശ്രമിക്കാൻ പറ്റുകയുമില്ല. ഇതൊക്കെ എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ അവസാനിക്കണം. ഈ മോഷണങ്ങളൊക്കെ അതിൻ്റെ സമയമായിട്ടുണ്ട്, അത് അവസാനിച്ചോളും, കുഴപ്പമില്ല. എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുക എന്ന് മാത്രം പറയും. നമ്മുടെ മക്കളുടെ കഴിവിൽ നമ്മൾ അഭിമാനം കൊള്ളണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർ കൂടുതൽ ഉയരങ്ങൾക്ക് പോകാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഈ ഒരു അംഗീകാരം ഇന്നിവിടെ നിങ്ങളെ വിളിച്ച് അംഗീകാരം തരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു കമ്മിറ്റ്മെന്റാണ്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS ട്രഷററുമായ NV അയ്യപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ അവാർഡുകളും സ്കോളർഷിപ്പുകളും CR മഹേഷ് MLA വിതരണം ചെയ്തു. മക്കളെ വളർത്താം എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു മന്നത്ത് പത്മനാഭന്റെയും സമുദായ ആചാര്യന്റെയും NSSന്റെയും ആത്യന്തികമായ ലക്ഷ്യം. സാമൂഹിക അന്തരീക്ഷം മലീമസപ്പെടുത്തുവാൻ, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ ഒരു കാലത്തും NSS ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റ് സംഘടനകളിൽ നിന്നും NSSനെ വ്യത്യസ്തമാകുന്നത്. പലപ്പോഴും മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഗോത്രത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ടും സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലൊക്കെ അതാത് കാലഘട്ടത്തിലിരുന്ന് ജനറൽ സെക്രട്ടറിമാർ ചെയ്തിരുന്നത് സമൂഹത്തെ സമാധാനത്തിന്റെ താരാട്ടുപാട്ട് പാടി ഈ സമുദായത്തെ ഉറക്കുകയും അതാണ് ഈ സമുദായ നേതാക്കന്മാർ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആദരവുകൾ കിട്ടും. എത്ര ആദരവ് കിട്ടിയാലും ശരി, സ്വന്തം ജനിച്ച ആ സമുദായത്തിന്റെ ആചാര്യനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ യൂണിയൻ നൽകുന്ന ഒരു ആദരവ് നിങ്ങളുടെ മുമ്പോട്ടുള്ള പോക്കിന് കരുത്തു പകരും, ആത്മവിശ്വാസം പകരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണപിള്ള, യൂണിയൻ സെക്രട്ടറി അരുൺ G നായർ തുടങ്ങിയവർ പങ്കെടുത്തു. 2023-24 മികച്ച കരയോഗമായി 1113 നമ്പർ ആദിനാട് തെക്ക് കരയോഗത്തെയും മികച്ച കരയോഗം സെക്രട്ടറിയായി 2141 നമ്പർ കോട്ടയ്ക്കകം കരയോഗം സെക്രട്ടറി G ശിവശങ്കരപിള്ളയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് രമേശ് ചെന്നിത്തല MLA. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 24 വാർഡുകളിൽ 22 ഇടത്താണ് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വെളുത്തമണൽ ജംഗ്ഷനിൽ നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല. CPM ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർ മാത്രമാണ് പിണറായി ഭരണകാലത്ത് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത്. പൊതുജനം ഇപ്പോഴും ദാരിദ്ര്യത്താൽ നട്ടം തിരിയുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച നികുതിയും നമ്മൾ തട്ടിച്ചു നോക്കിയാൽ എത്രയോ 10 മടങ്ങ് നികുതി ഭാരമാണ് കേരള ജനതയുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ബസ് ചാർജ് വർദ്ധിപ്പിച്ചത് 5 തവണയാണ് ഈ ഗവൺമെന്റ്.
കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത് 4 തവണയാണ് ഈ ഗവൺമെന്റ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് 4 തവണയാണ്. മാത്രമല്ല, സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ മുഴുവൻ, ആ സേവനത്തിന് മുഴുവൻ നികുതി ഏർപ്പെടുത്തുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. കല്ലേരി ഭാഗം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് RR സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA, KC രാജൻ, KG രവി, KA ജവാദ, തൊടിയൂർ രാമചന്ദ്രൻ, M അൻസാർ, R രാജശേഖരൻ, തൊടിയൂർ താഹ, K രാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പോക്സോ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. കുലശേഖരപുരം കുറങ്ങപ്പള്ളി സ്വദേശി സുനിൽകുമാറാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ചൈൽഡ് ലൈനിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. പോക്സോ കേസിലാണ് മധ്യവയസ്കൻ പിടിയിലായത്. കരുനാഗപ്പള്ളി കുലശേഖരപുരം കുറുങ്ങപ്പള്ളി തയ്യൽത്തറയിൽ സുനിൽകുമാറാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രതിയുടെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് കേസ്. തുടർന്ന് ചൈൽഡ് ലൈനിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. കരുനാഗപ്പള്ളി ACP പ്രദീപ് കുമാർ VSന്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂരിലെ മിനി പമ്പയിൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ലെന്ന് BJP ആരോപിച്ചു. ഇക്കാര്യത്തിൽ നഗരസഭ അനാസ്ഥ കാണിക്കുകയാണെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം. പുനലൂർ TB ജംഗ്ഷനാണ് മിനി പമ്പ എന്നറിയപ്പെടുന്നത്. മണ്ഡലകാലത്ത് നിരവധി അയ്യപ്പ ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ഈ സ്വാമിമാർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ടോയ്ലറ്റ് സംവിധാനം നിലവിലില്ല. സ്ഥിരമായി ഇത്തരം ഒരു സംവിധാനം ഒരുക്കുവാൻ ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഈ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുവാൻ നമുക്ക് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എല്ലാ വർഷവും ഈ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വെളിച്ചം ട്യൂബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വാടകയ്ക്കെടുത്തിടുകയാണ്. ഈ പൈസ അനുവദിക്കുന്ന സമയത്ത് എല്ലാ പ്രധാന കേന്ദ്രങ്ങളിൽ പോലും ലൈറ്റ് സ്ഥാപിക്കുവാൻ നാളിതുവരെ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ സ്നാനഘട്ടത്തിൽ എല്ലാ ആന്ധ്രയിൽ നിന്നാകട്ടെ തമിഴ്നാട്ടിൽ നിന്നാകട്ടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ് സ്നാനഘട്ടം. ആ സ്നാനഘട്ടത്തിൽ ഇറങ്ങുവാൻ പറ്റാത്ത രീതിയിലുള്ള ചെളിയും മറ്റും ഉള്ള സാഹചര്യമാണ് നമ്മൾ. അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായുള്ള ശുചിമുറികൾ ഇവിടെയില്ലെന്നും മണ്ഡലകാലമാകുമ്പോൾ വാടകയ്ക്കെടുത്ത് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കി സ്ഥിരമായി സ്നാനഘട്ടത്തിൽ ലൈറ്റ് സ്ഥാപിക്കാൻ നഗരസഭയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്നും മണ്ഡലകാലമാകുമ്പോഴേക്കും ലഭിക്കുന്ന ഫണ്ടിൽ നിന്നും വേണ്ട സ്ഥലങ്ങളിൽ സ്ഥിരമായി ലൈറ്റ് സ്ഥാപിക്കാൻ സാധിക്കാത്തത് നഗരസഭയുടെ വൻ വീഴ്ചയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തന്മാർ വിശ്രമിക്കുന്നതിനും കുളിക്കുന്നതിനുമായി സ്നാനഘട്ടത്തെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ സ്നാനഘട്ടത്തിലിറങ്ങി കുളിക്കുന്നതിനായുള്ള സുരക്ഷ ഒരുക്കുന്നതിലും അധികൃതർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ മണ്ഡലകാലത്ത് ഈ ശബരിമലയെ, ഈ അയ്യപ്പന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടുന്ന സഹായം എന്നുള്ള രീതിയിൽ നാളിതുവരെ MLAയുടെ ഭാഗത്തു നിന്നാകട്ടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നാകട്ടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും അയ്യപ്പ സീസണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകന യോഗങ്ങൾ വിളിക്കാറുണ്ട്. ആ യോഗങ്ങളിൽ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൊണ്ട് യോഗം കൂടിയിട്ട് അത് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഈ സ്വാമിമാർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ആറ്റിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ ചെളിയും മറ്റുമായി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. കൈവരികൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമാണ്. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന മുളങ്കമ്പുകൾ കൊണ്ട് കെട്ടിയിട്ട താൽക്കാലിക വേലികളാണ് സുരക്ഷയ്ക്കായി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ വർഷവും മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മന്ത്രിമാരുമായി അവലോകന ചർച്ചകൾ നടത്താറുണ്ടെങ്കിലും അയ്യപ്പ ഭക്തർക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പുനലൂർ നഗരസഭ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമായി പ്രഖ്യാപിച്ച നെല്ലിപ്പള്ളി കൈപ്പുഴ ശ്രീ മഹാദേവ നവഗ്രഹ ക്ഷേത്രത്തിലും ഭക്തജനങ്ങൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെയില്ല. ഇവിടെ ഭക്തർക്ക് വേണ്ട രീതിയിലുള്ള ശുചിമുറികളോ കുടിവെള്ള സൗകര്യമോ നഗരസഭ വേണ്ട രീതിയിൽ ഒരുക്കിയിട്ടില്ലെന്നാണ് തീർത്ഥാടകരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വന്ദേ ഭാരതിന്റെ എറണാകുളം ബംഗളൂരു സർവീസ് ഉദ്ഘാടന ചടങ്ങിലെ ഗണഗീത വിവാദത്തിൽ പ്രതികരണവുമായി BJP നേതാവ് കുമ്മനം രാജശേഖരൻ. കുട്ടികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണ്. അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ദേശീയതയാണ്. ഗുരുദേവനെയും മഹർഷി അരവിന്ദനെയും സ്വാമി വിവേകാനന്ദനെയും സ്തുതിക്കുന്നത് മതേതരത്വത്തിന് ഭീഷണിയാകുന്നെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്നും കുമ്മനം പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. അതിൽ നിഴലിച്ചു നിൽക്കുന്നത് ദേശഭക്തിയാണ്. വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനം ദിവസം ആദ്യത്തെ ട്രെയിനിൽ യാത്ര ചെയ്ത കുട്ടികൾ
ദേശഭക്തി ഗാനം ആലപിച്ചു എന്നുള്ളത് മഹാ അപരാധമായി ഏതോ ഒരു വലിയ രാജ്യദ്രോഹ കുറ്റമായി ചിത്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ MA ബേബിയുമൊക്കെ വിലപിക്കുന്നത് കാണുമ്പോൾ അങ്ങേയറ്റം വാസ്തവത്തിൽ അവരോട് സഹതാപമാണുള്ളത്. കാരണം ദേശഭക്തി ഗാനം കുട്ടികൾ പാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അവർ പാടിയത് ദേശഭക്തി ഗാനങ്ങളാണ്. ആ പാട്ടിൻ്റെ ഓരോ വരിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മതവിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ വിഭാഗീയതയുടെ വിധ്വംസക പ്രവണതയുടെ ഏതെങ്കിലും ഒരു അക്ഷരമെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പൂർണ്ണമായും ദേശഭക്തി ചൊരിയുന്ന ഒരു ഗാനമാണ്. ആ ഗാനം RSSൻ്റെ ശാഖയിൽ പാടുന്നുണ്ടാവാം, പാടാതിരിക്കാം, അത് RSS തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ എത്രയോ ഗാനങ്ങൾ RSSൻ്റെ ശാഖയിൽ പാടാറുണ്ട്. ദേശീയ ഗാനം പാടാറുണ്ട്, പൂന്താനത്തിലെ പാടാറുണ്ട്, ONV കുറുപ്പിൻ്റെ കവിതകൾ പാടാറുണ്ട്, ഗണഗീതമായിട്ടത് പാടാറുണ്ട്. ഗണഗീതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പാടുന്ന സംഘഗാനമാണ്, ഒരുമിച്ച് കൂടുന്ന ഗ്രൂപ്പ് മ്യൂസിക്കാണ്, ഗ്രൂപ്പ് സോങ്ങാണ്. അതിൻ്റെ അകത്ത് എന്താണ് തെറ്റ്? ഗുരുദേവനെയും മഹർഷി അരവിന്ദനെയും വിവേകാനന്ദ സ്വാമിയെയും സ്തുതിക്കുന്നത് മതേതരത്വത്തിന് ഭീഷണിയാണെന്നാണ് മന്ത്രി V ശിവൻകുട്ടി പറയുന്നത്. അങ്ങനെയെങ്കിൽ ശിവൻകുട്ടി എന്ന പേര് ഉച്ചരിക്കുന്നതും മതേതരത്വത്തിന് ഭീഷണിയാണോ എന്ന് മന്ത്രി വ്യക്തമാക്കണമെന്നും കുമ്മനം പറഞ്ഞു. മന്ത്രി ശിവൻകുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന മതേതര സങ്കല്പത്തിന് വിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തെ. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരൂ. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും അരവിന്ദ മഹർഷിയെക്കുറിച്ചും ഭഗത് സിംഗിനെക്കുറിച്ചും അതുപോലെ മറ്റ് മഹാത്മാക്കളെക്കുറിച്ചും ഒക്കെ സ്തുതിക്കുന്നത് ദേശദ്രോഹമാണോ? ഒരു പേര് പറയുന്നതിൽ ആര് പാടുന്നു എന്നുള്ളത്, എന്ത് പാടുന്നു, എന്താണ് പാടുന്നത് എന്നുള്ളതല്ലേ വിഷയം. ആ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ശിവൻകുട്ടി എന്ന് പോലും എനിക്ക് വിളിക്കാൻ ഒക്കില്ല. കാരണം ശിവൻ എന്ന് പറയുന്ന ഈ നാട്ടിലെ കുറച്ച് ഹിന്ദുക്കൾ മാത്രം ആരാധിക്കുന്ന ഒരു ദേവ സ്വരൂപമാണ്. അതുകൊണ്ട് എനിക്ക് ശിവൻകുട്ടി എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റില്ല? അത് മതേതരത്തിന് വിരുദ്ധമാണെന്ന് പറയാൻ പറ്റൂ. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ജനങ്ങളോടൊരു വിശദീകരണം കൊടുക്കണം, ഒരു പരസ്യമായ സംവാദത്തിന് തയ്യാറാവണം. വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയ വിവാദത്തോടായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ചവറ. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഊരുകൂട്ടം നടത്തി. അച്ഛൻകോവിൽ ഗിരിജൻ നഗറിലാണ് ഊരുകൂട്ടം നടത്തിയത്. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഊരുകൂട്ടം സംഘടിപ്പിച്ചത്. അച്ഛൻകോവിൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഊരുകൂട്ടം സംഘടിപ്പിച്ചത്. അച്ഛൻകോവിൽ ഗിരിജൻ നഗറിലായിരുന്നു ഊരുകൂട്ടം. അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ഷാനിഖാൻ AR ഉദ്ഘാടനം ചെയ്തു. മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എന്നതുപോലെ വളരെ താല്പര്യം കാണിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് കേരള പോലീസ്. ഇത് നിങ്ങൾ വളർന്നു വലുതായി SPCയിലൊക്കെ ചേർന്നുള്ള തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ട്, ഇത്ര പെർസെന്റേജ് മാർക്ക് മതി എന്നുണ്ട്. പിന്നെ നമ്മുടെ റിസർവേഷൻ കാറ്റഗറി വിടുന്നതുകൊണ്ട് വീണ്ടും നമുക്ക് അതിൻ്റെതായ ആനുകൂല്യം കിട്ടും. നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്നുമാത്രം ചെയ്താൽ മതി. നിങ്ങളൊന്ന് പഠിച്ച് 10ാം ക്ലാസ്സും +2 ഡിഗ്രിയൊക്കെ എടുക്കുക. അതിന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പ്രാപ്തരാക്കണം എന്ന് നമുക്ക് വനാന്തരങ്ങളിൽ പോയി പല വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതം നടത്തിക്കൊണ്ട് പോകാൻ പ്രയാസകരമാണ്. അതിനുള്ള യാതനകൾ എത്രയാണെന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ മനോഹരമുള്ള ഒരു ഏരിയയിൽ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും വനത്തിൽ പോയിട്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുണ്ടാകുന്ന എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഉള്ള കാലവും നമുക്ക് അതുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസകരമാണ്. നമ്മൾ ആ ഒരു തലമുറയിൽ പെട്ടുപോയി നമ്മളെ കുട്ടികളെ കൂടി അനുഭവം പോകാതെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി നിയമബോധം നൽകി ഉത്തമരായ പൗരന്മാരായി മാറുന്നതിന് അവരെ നമുക്ക് പ്രാപ്തരാക്കണം. അച്ഛൻകോവിൽ 2ാം വാർഡ് അംഗം സാനു ധർമ്മരാജ് അധ്യക്ഷത വഹിച്ചു. ഈ സേവനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി സൂചിപ്പിച്ച് കഴിഞ്ഞു. ഓരോ മേഖലയിലും നമ്മൾ കൈവരിക്കേണ്ട നേട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിലൂടെ പുരോഗതി പ്രാപിക്കുന്നതിന് എല്ലാവിധമായ സഹായ സഹകരണങ്ങളുമാണ് നമ്മുടെ ഗവൺമെന്റിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ ബഹുമാനപ്പെട്ട ഷാനിഖാൻ സാർ നമ്മുടെ ജില്ലയിൽ എത്തിയതിനു ശേഷം അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണപ്രദീപ് സാറാണ്. അച്ഛൻകോവിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K അരുൺകുമാർ വനനിയമത്തിലും എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ആരോമൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബോധവൽക്കരണവും നടത്തി. സീമ സന്തോഷ് സ്വാഗതം പറഞ്ഞു. CDS ചെയർപേഴ്സൺ റസിയ, ആശാപ്രവർത്തക വസന്ത, KPOA സംസ്ഥാന കമ്മിറ്റി അംഗം സജു PL, ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ബേബി ജോൺ, പാരാലീഗൽ വോളണ്ടിയർ മഞ്ജുഷ കുമാർ, SHO കൃഷ്ണകുമാർ, G സിബിമോൾ, V രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.
പിന്നെ ഒരു കാര്യം പറയാം, അതിവിടെ നമ്മുടെ ഈ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠനം ഉപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ കാണാറുണ്ട്. അങ്ങനെയുള്ളവരെ ഇപ്പോൾ പോലീസ് പിന്നെ അവരുടെ ചെലവിൽ തന്നെ അവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഹോപ്പ് എന്നുള്ള പദ്ധതിയാണ്. അതിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത്തരം കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ കൃഷ്ണകുമാർ സാറുമായിട്ട് ബന്ധപ്പെട്ട മതി. അതിനുള്ള പഠനത്തിനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവിംഗ് പരിശീലനം അത്യാവശ്യം 1-2 പേർക്ക് മാത്രമേ ഇതിനകത്ത് നമുക്ക് അതിനുള്ള ഫണ്ടുള്ളൂ. അതുപോലെ ആധാറിന്റെ. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കരീപ്രയിൽ ഷീ വർക്ക് സ്പേസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. IT അനുബന്ധ സാങ്കേതിക മേഖലകളിലെ 300ഓളം സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പൊതുസ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് ഷീ വർക്ക് സ്പേസ്. വിവിധ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കരീപ്രയിൽ ടെൻഡർ പൂർത്തിയായ 2 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത്. കുടിക്കോട് മജിസ്ട്രേറ്റ് മുക്ക് റോഡിന് 60 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പാറക്കെട്ട് മുളവൂർ അരിയം താഴക്കാട് റോഡ് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയായ CM LRPയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത്. 1000 കോടി രൂപയ്ക്കാണ് സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നത്. കരീപ്ര പഞ്ചായത്തിൽ നിലവിൽ 10 റോഡുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മറ്റു റോഡുകളും നവീകരിക്കും. ഫണ്ട് ലഭ്യമാക്കാൻ പ്രത്യേക ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ PWD അങ്ങനെയുള്ള ഫണ്ട് എടുത്തല്ല ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു മാർക്കറ്റും അത് 5 കോടിയിലധികം രൂപ വന്ന ആ മാർക്കറ്റ് ഉൾപ്പെടെ എല്ലാ മേഖലയിലും നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു സമിതിയാണ്. അവരുടെ പ്രവർത്തനങ്ങളുടെ വിജയം കൂടിയാണ് ഈ നടന്ന കാര്യങ്ങൾ. ഞങ്ങളൊക്കെ അവരുടെയും കൂടി പരസ്പരം സഹകരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനം നേരാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നമുക്ക് ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. കരീപ്രയിൽ 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അറക്കടവ് പാലം സാധ്യമായി. കരീപ്രയെ വെളിയവുമായി ബന്ധിപ്പിക്കുന്ന കൽച്ചിറ പാലം ഉടൻ വരും. കരീപ്ര ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SS സുവിധ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, കുടിക്കോട് പഞ്ചായത്ത് അംഗം R ഗീതാകുമാരി, മുൻ പഞ്ചായത്ത് അംഗം R മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രവാസ ജീവിതത്തിന് ശേഷം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞ താമരക്കുളം സ്വദേശിക്ക് കൃഷിയിലും നേട്ടം. പപ്പായ കൃഷിയിലാണ് ഇദ്ദേഹം വിജയം കൈവരിച്ചത്. ഇതോടൊപ്പം മറ്റ് കൃഷികളും നടത്തുന്നുണ്ട്. താമരക്കുളം പച്ചക്കാട് സ്വദേശി V ഷാജിമോനാണ് കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത്. താമരക്കുളം പച്ചക്കാട് കൈലാസത്തിൽ V ഷാജിമോനാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ കൃഷിയിലേക്ക് തിരിഞ്ഞത്. പ്രധാനമായും പപ്പായയാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. വാഴ, പയർ, പാവൽ, കുക്കുംബർ, വെള്ളരി, മരച്ചീനി, കോവൽ, ഫാഷൻ ഫ്രൂട്ട്, ചേന, ചേമ്പ് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് ഇദ്ദേഹം നട്ട പപ്പായ വിളവെടുപ്പിന് പാകമായി. എല്ലാവിധ പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഓമയുടെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കിയതും. അങ്ങനെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട ഓമയാണ് ഏകദേശം ഇപ്പം നിലവിൽ 1/2 ഏക്കറോളം. അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. നമ്മൾ ഈ കൃഷിഭവൻ്റെ വിപണിയും BFCKയുടെ വിപണിയാണ് പ്രധാനമായിട്ടും വിപണനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഏകദേശം 50 രൂപ കിലോ വില, സീസണിലെല്ലാം 90 രൂപയോളം വരുന്നുണ്ട്. കുറഞ്ഞു കഴിഞ്ഞാൽ 30-ൽ താഴെ ഇതുവരെ പോയിട്ടില്ല. ആഴ്ചയിൽ 4 തവണയാണ് വിളവെടുപ്പ്. ഓരോ വിളവെടുപ്പിലും 80 കിലോ പപ്പായ വീതം ലഭിക്കുന്നുണ്ട്. താമരക്കുളം VFPCK, താമരക്കുളം മാർക്കറ്റിലെ വിപണി, നൂർനാട് VFPCK, ശൂരനാട് കൃഷിഭവൻ വിപണി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഇവ കച്ചവടം ചെയ്യുന്നത്. ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. റെഡ് ലേഡി വിഭാഗത്തിലുള്ള പപ്പായയാണ് കൃഷി ചെയ്യുന്നത്. ഈ ഓമ കൂടുതലായിട്ട് ആവശ്യക്കാരുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പനി സീസണുകൾ, ആ സമയത്ത് നമ്മുടെ ഈ ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൗണ്ട് കറക്റ്റാവും. ആ ഒരു ഉപയോഗം വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റു ചില രോഗങ്ങളുള്ള വ്യക്തികളും ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിപണികളാണ് ഉദ്ദേശിക്കുന്നത്. VFCK വിപണിയുണ്ട്, കൃഷിഭവൻ്റെ വിപണിയുണ്ട്. പിന്നെ വിപണനത്തിന് നിലവിൽ മറ്റു വിഷയങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ജൈവ വളങ്ങളാണ്. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹായവും നിർദ്ദേശവും ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അമ്മ ഇന്ദിരയുടെയും ഭാര്യ ധന്യയുടെയും പൂർണ്ണ സഹകരണം കൃഷിയിൽ ഷാജിക്കുണ്ട്. താമരക്കുളം കൃഷിഭവന്റെ യുവ കർഷക പുരസ്കാരം ഉൾപ്പെടെ ഷാജി നേടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം നാട്ടിൽ വന്നതിന് ശേഷം ആദ്യം മത്സ്യകൃഷിയും കൂടാതെ പച്ചക്കൃഷിയും
തുടങ്ങി. മത്സ്യകൃഷി ഏകദേശം 5 വർഷത്തോളം വയ്യാങ്കരച്ചിറയിൽ നടത്തി. അത് വിജയകരമായിരുന്നു. അത് സംസ്ഥാന ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മത്സ്യകൃഷിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ല് സംഭരണം. സംഭരിച്ച നെല്ലിന്റെ തുക നൽകി തുടങ്ങി. വർദ്ധിപ്പിച്ച തുകയായ 30 രൂപ നിരക്കിലാണ് തുക നൽകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 33,109 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയരുന്നു. ചൊവ്വാഴ്ച 1,800 രൂപ വർദ്ധിച്ച് 92,600 രൂപയായി. ഗ്രാമിന് 225 രൂപയാണ് വർദ്ധിച്ചത്. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് രമേശ് ചെന്നിത്തല MLA. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 24 വാർഡുകളിൽ 22 UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.